അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ നിഅമത്ത് കൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ റമളാനിന്റെ രണ്ടാമത്തെ അല്ലാഹുവിന്റെ സൽക്കാരം മഗ്ഫിറത്ത്, അതിന്റെ പ്രധാനപ്പെട്ട ഒരു രാവിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്നിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, പരിശുദ്ധമായ റമളാനിന്റെ രണ്ടാമത്തെ തിങ്കളാഴ്ച രാവാണ്. മഗ്ഫിറത്തിന്റെ 10ലെ ആദ്യ തിങ്കളാഴ്ച രാവും കൂടെയാണ്. അപ്പോൾ വല്ലാത്ത പോരിശയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ ദിവസത്തിൽ, ഇന്നത്തെ രാവിനെ കണക്കാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ഓരോ അമലുകളും, പ്രത്യേകിച്ച് ദുആ, ആത്മാർത്ഥമായ ദുആ വേണം. അല്ലാഹു നമ്മുടെ തിന്മകൾ കഴിച്ചു കളയുന്ന സ്വാലിഹീങ്ങളുടെ ദുആകളിൽ നമ്മുടെ ദുആക്ക് അല്ലാഹു ഇടം നൽകട്ടെ. അല്ലാഹു ഇന്ന് മഗ്ഫിറത്ത് കൊടുക്കുന്ന, പാപമോചനം കൊടുക്കുന്ന വലിയ സാധുക്കളായി നമ്മളൊക്കെ അല്ലാഹു പെടുത്തട്ടെ. നമ്മുടെ മുറാദുകൾ ഹസ്വിലാക്കട്ടെ, വിഷമങ്ങൾ മാറ്റട്ടെ, പ്രയാസങ്ങൾ നീക്കട്ടെ. നമ്മുടെ മക്കൾക്ക് അല്ലാഹു ഉന്നത വിജയം കൊടുക്കട്ടെ. അല്ലാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കട്ടെ. അല്ലാഹു എല്ലാവിധ ഐശ്വര്യം ബറക്കത്തും നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. സാമ്പത്തിക ഞെരുക്കങ്ങൾ, കടങ്ങളൊക്കെ മാറ്റട്ടെ. അല്ലാഹു റാഹത്ത് പ്രദാനം ചെയ്യട്ടെ. മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു പ്രത്യേകം അല്ലാഹു സഹായിക്കട്ടെ, വിജയം കൊടുക്കട്ടെ. നമ്മുടെ മരിച്ചുപോയുടെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് പ്രത്യേകം ചൊല്ലേണ്ട ദുആ ആദ്യം നമുക്കൊന്ന് ചൊല്ലാം. എൻ്റെ കൂടെ എല്ലാവരും ചൊല്ലാം. അല്ലാഹുമ്മ സയ്യിനി ഫീഹി ബിസ്സിത്രി വൽ അഫാഫി വസ്തുർനി ഫീഹി ബിലിബാസിൽ ഖനാഅതി വൽ കഫാഫി വഹല്ലിനി ഫീഹി ബിഹുല്ലത്തിൽ ഫദ്ലി വൽ ഇഹ്സാൻ بعصمتك يا عصمة الخائفين. അൽഹംദുലില്ലാ, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ തറാവീഹ്. ഇന്നത്തെ തറാവീഹ് നിസ്കരിക്കുന്ന ആളുകളെ കുറിച്ച് നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ടുമ്പോഴേക്ക് അല്ലാഹു ഒരു ഓഫർ തരും. എന്താ ഓഫർ? നാളെ അല്ലാഹുവിന്റെ മഹ്ശറിൽ അവർ വരുമ്പോ എല്ലാ സമൂഹവും, എല്ലാ ആളുകളും അവരെ തന്നെ നോക്കും. കാരണം അവരുടെ മുഖം 14-ാം രാവിന്റെ പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങി പ്രകാശിക്കും. അവരുടെ മുഖത്തിന് അല്ലാഹു ഒരു നൂറിട്ട് കൊടുക്കും. ഇന്നത്തെ തറാവിന്റെ പ്രത്യേകതയാണ്. മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നമ്മൾ നിസ്കാരത്തിൽ പങ്കെടുക്കണം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. ഇനി നമുക്ക് ഇന്ന് പ്രത്യേകം ചൊല്ലേണ്ട ദിക്ർ, ദുആയിലേക്ക് കടക്കാം. ആത്മാർത്ഥമായി എൻ്റെ കൂടെ എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. اللهم اغفر لي ذنوبي يا رب العالمين. 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 اللهم اغفر لنا ذنوبنا يا رب العالمين. يا غفار يا الله لا إله إلا الله. 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 അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഈ പരിശുദ്ധമായ ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ അല്ലാഹു മാച്ച് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി സാധാരണ നമ്മൾ ചൊല്ലാറുള്ള ദിക്ർ ദുആയിലേക്ക് നമുക്ക് കടക്കാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار.
അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ചു തന്നു, ആത്മാർത്ഥമായിട്ട് നോമ്പ് തുറന്ന് ആ രാവിൽ വിശ്വാസിനികൾ ഒരു ദുആ ഉണ്ട്. ആ ദുആ പറഞ്ഞാൽ ഹജ്ജിന് കൊടുക്കുന്ന ഓഫറാ. കയ്യൗമ വലദതു ഉമ്മുഹു, ഉമ്മ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ പാപങ്ങൾ മുഴുവനും ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ ഒരു തെറ്റുണ്ടാവില്ല. അത്രയേറെ പ്രഗത്ഭമായ ദുആയാണ്. മാത്രമല്ല, ഇത് നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ദുനിയാവിന്റെയും ആഖിറത്ത് ഇരു ലോകത്തിന്റെയും കാര്യങ്ങൾ സ്വലാഹ് നന്നാക്കി തരുമെന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുന്നത്. അത്ര എഫക്റ്റീവാണ്. ആ ദുആയാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. എല്ലാവരും കൂടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ അലീം യാ അലീം യാ അലീം أنت إلهي لا إله غيرك يغفر الذنب العظيم فإنه لا يغفر الذنب العظيم إلا العظيم يا عظيم يا عظيم يا عظيم أنت إلهي لا إله غيرك يغفر الذنب العظيم فإنه لا يغفر الذنب العظيم إلا العظيم تقبل الله. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി ഖബൂൽ ചെയ്ത് വലിയ ഈ ദുആയിൽ പറഞ്ഞതുപോലെ, അല്ലാഹുവേ, ഉന്നതനായ നിനക്ക് വലിയ പാപങ്ങൾ പൊറുക്കാൻ പറ്റുള്ളൂ, നീയാണ് പൊറുക്കുന്നവൻ, നീ അല്ലാതെ ഇലാഹില്ല, എനിക്ക് പുറത്തു തരണം പടച്ചോനെ എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അല്ലാഹു അത് പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ, നമ്മുടെ തെറ്റുകൾ പൊറുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ റമളാനിൽ ഉടനീളം നമ്മൾ 30 വരെ ചോദിക്കേണ്ട ദുആയാണ്. റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞ് നാളെ നമ്മെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വർഗം മേടിച്ചു തരാൻ ഈ ദുആ കാരണമാകും. മാത്രമല്ല, നരകമോചനത്തിന് ദുആ കാരണമാണ്. നമ്മുടെ വാപ്പ ഉമ്മ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും നരകമോചനം കിട്ടാൻ ദുആ കാരണമാണ്. ആ ദുആയാണ് ഇനി നമുക്ക് ചെല്ലാനുള്ളത്. ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. അല്ലാഹുമ്മ ജഅൽ ഹാദ ശറ ശരീഫൽ അളീമൽ മുബാറക ശാഹിദൻ ലനാ ലാ ശാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. ഇനി അൽഹംദുലില്ലാഹ് മഹാനായ മുഹദ്ദിസ് റളിയല്ലാഹു തആല രചിച്ചിട്ടുള്ള 40 കാഫിന്റെ സിറുകൾ അത്ഭുതം അടങ്ങിയ ഏറ്റവും മഹനീയമായ ഒരു ബൈത്താണ്. ആ ബൈത്തിന്റെ ഫായിദകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആഫത്ത് മുസീബത്തുകളെ തടഞ്ഞു വെക്കാൻ പറ്റും. കണ്ണേറ് സിഹിറുണ്ടാവില്ല. നല്ല ബറക്കത്തോടെ റാഹത്തോടെ ഒരു പ്രത്യേകമായ സന്തോഷത്തോടെയുള്ള ജീവിതം അല്ലാഹു നൽകാൻ ഇതിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് സാധ്യമാണ്. ആ ഒരു ബൈത്താണ് ഇനി നമുക്ക് ഓതാനുള്ളത്. يكفيك واكفة كيف كافوها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف كربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافوها ككمي إن كان منك لك
تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافوها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا. അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർക്ക് നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ, അവർക്ക് ഖുർആൻ ഓതാൻ പറ്റാത്തപ്പോൾ, നിസ്കരിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ ആത്മാർത്ഥമായി ചൊല്ലിയാൽ അള്ളാഹു നരകമോചനം കൊടുക്കും, സിറാത്ത് പാലത്തിലൂടെ എളുപ്പം കടത്തി കൊണ്ടുപോകും, അള്ളാഹിന്റെ അദാബിൽ നിന്ന് അമ്ന നിർഭയത്വം കൊടുക്കും. മാത്രമല്ല, ഈ പരിശുദ്ധമായ വചനം പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയിരക്കണക്കിന് നിസ്കാരങ്ങളുടെ കൂലി പോലും വകവെച്ചു കൊടുക്കും എന്ന് പറഞ്ഞ വാക്കാണ്. ആ വാക്ക് ആത്മാർത്ഥമായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ വിചാരിക്കും ഈ പരിശുദ്ധമായ വചനം പറഞ്ഞതുകൊണ്ട് സഹോദരന്മാർക്ക്, പുരുഷന്മാർക്ക് എന്താ ലാഭമെന്ന്. തീർച്ചയായും നമ്മൾ ഈ പറയുന്ന വാക്കിന്റെ അർത്ഥങ്ങൾ ചിന്തിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ഒരു വിശ്വാസി പറയുന്നതിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് എന്ന് പറഞ്ഞാൽ എല്ലാ തെറ്റിനും തൊട്ടും എനിക്ക് കാവൽ നൽകണം, എനിക്ക് നീ ക്ഷമാപണം നൽകണമെന്ന എല്ലാവർക്കും പറയാൻ പറ്റിയ വാക്കുകൂടെയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പറയാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. 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 അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ 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 മിൻ കുല്ലി ദംബ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق
بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم اللهم صل على النور واهله 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 صلى الله على سيدنا محمد والآل والأصحاب سلم 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 അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ മറക്കാതെ ഓർത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാളത്തെ നോമ്പിലുള്ള നിയ്യത്ത്. എല്ലാവരും എൻ്റെ കൂടെ നിയ്യത്ത് വെക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി അനുഷ്ഠിക്കുവാൻ ഞാൻ കരുതി. തഖബ്ബലല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്കൊരു ഫാത്തിഹ. അത് നമ്മുടെ മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് റമളാനിൽ വഫാത്തായി പോയ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും. റമളാനിലൊക്കെ വഫാത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ തൗഫീഖ് കിട്ടുന്ന ആളുകൾക്കാണ്. അപ്പോൾ ഇതേവരെ റമളാനിൽ വഫാത്തായി പോയ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളുണ്ട്. അവരെ എല്ലാം ഉൾപ്പെടുത്തുകയാണ് നമ്മൾ. എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹ എല്ലാവരും. ഇലാ ഹദറത്തി നബിയിനാ നബി റഹ്മത്തി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറാത്തിഹിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم.
قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صدق الله مولانا العظيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, നിങ്ങൾ ഓതിയതും പറഞ്ഞതും ഒരുമിച്ച് കൂടിയതും ഒരുമിച്ച് കൂട്ടിയതും പടച്ചവനെ ഞങ്ങളുടെ ക്ലാസും ഞങ്ങളുടെ മജ്‌ലിസും എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് ഉമ്മമാർ ഉപ്പമാര് ക്ലാസുകളിലും മജ്‌ലിസുകളിലും സജീവമായി പങ്കെടുക്കുന്നവരാണ്. അവർക്ക് നീ മൗഫറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. റമളാൻ അനുകൂലമായി സാക്ഷി പറയിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ തറാവീഹും നോമ്പ് തുറക്കലും നോമ്പ് തുറപ്പിക്കലും റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് ഈ മൗഫിറത്തിന്റെ ദിനരാത്രങ്ങളുടെ ബറക്കത്ത് കൊണ്ട് പൊറുക്കണേ അല്ലാഹ്. ഒരു തെറ്റുപോലും ഖബറിലേക്ക് ബാക്കി വെക്കല്ല റബ്ബേ. പടച്ചവനെ അല്ലാഹുവേ, അപകടങ്ങൾ അപകട മരണങ്ങൾ മാരകമായ രോഗങ്ങൾ എല്ലാത്തിനും കാവൽ തരണേ അല്ലാഹ്. പടച്ചവനെ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാഹ്, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാഹ്, ശമ്പളമില്ലാത്തവർക്ക് ശമ്പളം കൊടുക്കണേ റബ്ബേ. സ്വദേശത്ത് വിദേശത്ത് പല നാടുകളിലുമുള്ള ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വേദനയിലാണ് അല്ലാഹുവേ. നോമ്പുകാരുടെ നോമ്പിന്റെ ബറക്കത്ത് കൊണ്ട് റമളാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ആ പ്രയാസം മാറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ മരിച്ചുപോയ കാരണവന്മാർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ അൻവാറെ ഫജറിന്റെ കുടുംബത്തിൽ പടച്ചവനെ മജ്‌ലിസിന്റെ കുടുംബത്തിൽ ഒരുപാട് പേര് നേരത്തെ ഉണ്ടായിരുന്നു, പലരും ഖബറിലാണ് അല്ലാഹുവേ. പലർക്കും വേണ്ടി ദുആ ചെയ്യാൻ പ്രത്യേകം പറഞ്ഞവരിലുണ്ട്. അവിടെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്, സന്തോഷത്തിലാക്കണേ റബ്ബേ. അവസാനം ഒരു തെറ്റുമില്ലാത്തവരായി ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. റമളാൻ അനുകൂലമായി സാക്ഷി പറയിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വ ഖാദിൽ ഹാജാത്. അല്ലാഹുമ്മ റബ്ബി റഹ്ംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين. وآخر كلامي الحمد لله. السلام عليكم ورحمة الله وبركاته.